എന്താ എന്താ പ്രശ്നം? കാര്യമല്ല, എനിക്ക് പാസ് താണ്ട. എടാ ശരി മോനെ ഫ്ലോറൻഡോ ലൂയിസ്, ഞാൻ നിനക്ക് തന്നേക്കാം. എടാ ഗോട്ടിന് കൊടുക്കണം, ഗോട്ടതാവണം. എടാ ഞാനാണ് ഗോട്ട്, നമ്മുടെ നെയ്മറുണ്ടല്ലോ ഗോട്ട്. സോറി അമ്മ, നെയ്മറ് അത് നെയ്മറ്. ഓക്കെ, ഞാനൊക്കെ പണ്ട് അടിച്ചോളാം. ആദ്യത്തെ ഗോള് ഞാൻ തന്നെ ഇട്ടോ. അയ്യോ ഇതേതാ ഗോളി? ഞാൻ സേവ് ചെയ്തോളാം. ചുവന്ന പടയെ നമ്മളെ കുപ്പായം കാക്കാൻ വേണ്ടിയിട്ട് ജൂഡ് ബെല്ലിംഗേമേ അവരുടെ വിചാരം അവരുടെ ഗോളി ഭയങ്കര ഗോളിയാന്നാ. നമ്മളെ നെയ്മറിന്റെ കളി കണ്ടായിരുന്നല്ലോ അവരൊക്കെ. അത് ശരിയാഗ്രാടേ, നെയ്മറിന്റെ ആ പാസ് കൊടണ്ട. ചുവന്ന പടയുടെ ആൾക്കാരെ കണ്ടടാ. എടാ ഗോളി വലിയ അഹങ്കരിക്കണം, ഞാൻ കയറിയൊന്ന് പൊട്ടിക്കും. വേണ്ട ചൂടണ്ട, അങ്ങനെയൊന്നും ചെയ്യരുതേ. പിന്നെ ചേട്ടൻ കാണിട്ട് ചൂടണ്ട. അങ്ങനെ തന്നെ അവരെ കൈകാലും എരിഞ്ഞൊടിക്കടാ. അവരുടെ വിചാരം അവരുടെ ആരാണെന്നാ. അതൊന്നും വേണ്ട, അതൊക്കെ കുറച്ച് സീരിയസ് ആക്കുന്നുണ്ട്. വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാനാണ് ഗോട്ടി, ക്യാപ്റ്റനടക്കം ഞാനാണ്. എടാ മര്യാദയ്ക്ക് പാസ് ഇട്ടിട്ടാണ് ആദ്യത്തെ ഗോളിൽ ഞാനല്ല അടിച്ചു. അപ്പം അവസാനത്തെ ഗോളിൽ ഞാൻ തന്നെ അടിക്കടാ. നെയ്മറിൻ്റെ ഈ വാക്ക് പൊളിച്ച്. അത് ശരിയാണ്, നെയ്മറിൻ്റെ എന്ത് പറഞ്ഞാലും അത് പൊളിക്കൂലേ കോച്ച്. എടാ മൊട്ടത്തലയാ, വെറുതെ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ആ മൊട്ടത്തലേൻ്റെ വിചാരമാണ് നീ എന്നെയാണോ മൊട്ടത്തലേന്ന് വിളിച്ചത്? നിനക്കൊക്കെ ഞാൻ റെഡ് കാർഡ് തരും. അയ്യോ കോച്ചമ്മനെ അല്ല ഞാൻ വിളിച്ചത്. ജൂഡ് ബെല്ലിംഗേമേ, നിന്നെ എനിക്ക് അറിയാനിട്ടൊന്നും അല്ലടാ. സോറി കോച്ചമ്മ, ഞാൻ അന്നതല്ല വിളിച്ചത്. ഞാൻ മറ്റേ അപ്പുറത്തെ ടീമത്തെ ഡിഫൻഡർ മുട്ടയില്ലേ? ഏത് ഡിഫൻഡർ മുട്ട? അത് ഡിഫൻഡർ മുട്ടയല്ല, അപ്പുറത്തെ ടീമത്തെ കോച്ചാടാ. അയ്യോ അത് കോച്ചായിരുന്നോ കോച്ചമ്മ? സോറി കോച്ചമ്മ, സോറി. എടാ നീ എന്തിനാണ് അപ്പുറത്തെ ടീമിലെ കോച്ചിനെ വിളിക്കണത്? അയ്യോ ഒന്നുമില്ല കോച്ചമ്മ, നമ്മുടെ ടീമിൻ്റെ കോച്ചല്ലേ. അർജന്റീനയത്തെ കോച്ചമ്മ. ഇവൻ പറയാ താങ്കളെ കണ്ടിട്ട് മൊട്ടത്തലയുണ്ട്. എടാ നിന്നെയൊക്കെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യടാ കുറച്ച് നേരം കഴിഞ്ഞിട്ട്. നീയൊക്കെ മര്യാദയ്ക്ക് കളിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എടാ നീ ഇങ്ങനെ ഇന്ത്യയിട്ടിട്ട് റെഡ് കാർഡ് വാങ്ങി നമ്മളെ ടീമിൻ്റെ മാനം കളയാണടാ. നമ്മളെ ടീമിൽ നെയ്മറിന് വരെയുള്ളതാ. ഞാൻ പൈസ കൊടുത്ത് സൈൻ ചെയ്യുന്നത് അതെന്നാ പോയിട്ട്. പക്ഷേ ഞാനുണ്ടെന്ന് വല്ലതാക്കാൻ നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല കോച്ചമ്മ. ഞാനിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കി ഗോളി ഇങ്ങനെയൊക്കെ അവൻ്റെ ഒരു ഗോൾ കീപ്പർ. ആ ചുവന്ന പടയ്ക്ക് ഭയങ്കര അഹങ്കാരമല്ലേ അൻകറോവിച്ച്. എൻ്റെ പേര് അൻകറോവിച്ചൊന്നുമല്ല, നീ ആദ്യം എൻ്റെ പേരൊന്ന് വായിച്ച് പഠിക്കണ. ജൂഡ് ബെല്ലിംഗേമേ കണ്ടോടാ, ഹാരിയണ്ണൻ്റെ ഷർട്ട്. നെയ്മറിൻ്റെ എന്താ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കണത്? അയ്യോ വയ്യ. ആദ്യത്തെ ഗോളിട്ട് അവസാനത്തെ ഗോളിടാൻ നോക്കിയതാ, കഴിഞ്ഞ് മടുത്തു. അന്നാ കോർണർ അടിയണ്ട, ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പൊളിച്ചല്ലോ മോനെ അമ്പറാടി, നീ പൊളിച്ച്, നീ ഹീറോ തന്നെ. അമ്മൻ്റെ അസിസ്റ്റല്ലേ, ഞാനത് കൊളാക്കുവണ്ട. നീ ഏതായാലും ടീമിനെ കാത്തു. കോച്ച് എങ്ങനെയുണ്ടെന്ന് ഗോള്. എൻ്റെ പൊന്നെ, നീ എന്തായാലും കോച്ചുണ്ടാവുമെന്ന് വിളിക്കണ്ട, കോച്ചിൻ്റെ മാത്രം വിളിച്ചാൽ മതി. ആ ഗോള് കണ്ട് ഞാനെന്തെങ്കിലും മയങ്ങിപ്പോയി. എടാ റഫറി എന്തെന്നെ കണ്ടില്ലാലോ ആ പച്ച. അയ്യോ പച്ചാന്നൊന്നും വിളിക്കല്ലേ, റഫറിയുടെ കേട്ടോ ഒരുപാട് ശുഭം. ശരി ഹാഫ് ടൈം ആകുമ്പോൾ ഇനി 2 മിനിറ്റ് കൊണ്ട് ബാക്കി. എടാ സമയം നോക്കണം, 3 മിനിറ്റായി. സോറി താനെങ്ങനെയാണ് വാച്ചൊക്കെ കിട്ടിയിട്ടുള്ളത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം, സമയം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമാധാനമുണ്ട്. നമ്മളെ ടീം റണ്ണടിച്ച് മുമ്പിൽ നിൽക്കുമല്ലാണ്ട നമ്മളെ ടീം വെറുതെ ഇരിക്കുക. അതില്ല നെയ്മറെ.
നെയ്മറെ വേഗം ഞാൻ നിനക്കൊരു പാസ് തരാം. ആ പാസ് കൊണ്ട് ന്യാന്മാരെയൊക്കെ വെട്ടിച്ച് മുമ്പ് കയറിക്കോ. എൻ്റെ പൊന്നെ നെയ്മറിൻ്റെ ഓട്ടം നോക്കിയാൽ ഒരു ഓട്ട മത്സരത്തിൽ പോയാൽ ഫസ്റ്റ് തന്നെ കിട്ടും. കളിച്ചാണ്ടല്ലോ ആ ചോദവടൻ്റെ ഗോൾ ഇല്ലാതെന്ന് നോക്കില്ല. നിന്നെ അടിച്ച് ഞാൻ നിന്റെ മോണ്ട പുഴുകിയോ. എടാ എന്നെ പുഴുകിയെടുക്കാൻ ഞാനെന്താടാ കട്ടയോ? അവൻ്റെ ഒരു വളിച്ച വാചകടി കേട്ടാൽ തോന്നി എല്ലാവരും ചിരിക്കും. അത് അവന് മാത്രം. ശരിയാ അണ്ടാ, എന്താണ് നെയ്മറിൻ്റെ ഇങ്ങനത്തെ പാസ്സൊക്കെ ചെയ്യണത്? എടാ എൻ്റെ സ്റ്റാമിന കുറഞ്ഞു പോയടാ. ഇന്നലത്തെ കളിക്ക് കഷ്ടപ്പെട്ട് കളിച്ചില്ലേ. 1-1 സമനില 90-ാം മിനിറ്റിൽ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഗോളടിച്ചതാണ്. ശ്വാസം മുട്ടിയിട്ട് അതുകൊണ്ട് മടുത്ത്. കോച്ചണ്ണനോട് പറയണോ നിനക്ക്? വേണ്ട ആദ്യത്തെ ഗോൾ അടിച്ചേല്ലേ, ഇനി അവസാനത്തെ ഗോളും കൂടെ അടിച്ചിട്ട് പോയാൽ മതി എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതൊന്ന് പൂർത്തിയാക്കട്ടെ. 2 ഗോളും 1 അസിസ്റ്റും ആവുമല്ലോ അപ്പോഴേക്ക്. ഞാൻ തന്നെ മാൻ ഓഫ് ദി മാച്ച് ആവും. അണ്ണൻ്റെ ഒരു മോഹം മാൻ ഓഫ് ദി മാച്ച് ആവാനുള്ള. ജൂറിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള ഫ്ലോറൻറ്റോ ലൂയിസ് എന്താണ് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കണത്? നമ്മുടെ ഡിഫൻഡർമാരൊക്കെ എന്താണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കണത്? എടാ അറാബി അല്ല എൻ്റെ പേര്. അറബാറി ആരുടെ നിന്റെ പേരിട്ടോ? അവരൊക്കെ അടിച്ച് കൊല്ലാൻ തോന്നണി. മറ്റുള്ളവര് പറഞ്ഞോണ്ടല്ലോ ഞാനില്ല, ഞാനാ എൻ്റെ ടീമിക്കാരും കൊണ്ടിട്ടില്ല. എടാ ഈ കോൾബാക്ക് ഫുഡ് കളിയാണല്ലോ. അവർ നമ്മളെ കൈയും കാലും ഇപ്പം ഓടിച്ചത്. അതൊക്കെ ഒഡിഗ്രാഡ് നോക്കിപ്പോയി. ഒഡിഗ്രാഡ് ഞാൻ പറഞ്ഞില്ലേ, അയ്യോ ഒഡിഗ്രാഡ് സീനായിട്ട് കളിക്കണമെന്നറിയാ. എടാ എനിക്ക് മൂക്കടപ്പാടാ, അതിന് ഞാൻ ചോദിച്ചതെന്നോട്. അയ്യോ ഭയങ്കര മൂക്കടപ്പ് ചെന്നു. ഹരിയണ്ണ അടിയണ്ട. ഹരിയണ്ണ എന്താണ് ഹരിയണ്ണ? എടാ അതൊരു മിസ്റ്റേക്ക് പറ്റിയതല്ലേ. എടാ ഞാൻ 83-ൻ്റെ പ്ലെയറാ. നമ്മുടെ നെയ്മറിൻ്റെ 84-ൻ്റെയാണ് കുരങ്ങ്. അതൊന്നും കളിക്കണ്ട. കോച്ചെന്താ മെസ്സിയുടെ സൈൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്തായി? ഈ കളി എങ്ങനെയെങ്കിലും ജയിച്ചാൽ കുറച്ച് പൈസ കിട്ടും. ആ പൈസ വെച്ചിട്ട് സൈൻ ചെയ്യാൻ നോക്കണം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മോഹിച്ച് ചാവല്ല ഉണ്ടാവും. അയ്യോ ഇവന്മാർ ഭയങ്കര കളിയാണല്ലോ. എന്നിട്ടാണ് അങ്ങനെ 2 മുട്ടയ്ക്ക് ഇങ്ങനെ നിൽക്കണത്. എൻ്റെ ഹാരിയണ്ണ എന്താണ് ഹാരിയണ്ണ ഇങ്ങനെ കളിക്കണത്? തനിക്കെന്താണോ സ്റ്റാമിന കുറഞ്ഞോ? എടാ ഹാരിക്കൈനെ നിന്നെ ഞാനിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിരിക്കും. മര്യാദയ്ക്ക് കളിച്ചോ. എടാ ഒഡിഗ്രാഡ് എന്തോന്നാണോ നോക്കി നിൽക്കണത്? എൻ്റെ കാലടിച്ചടിക്കും. എനിക്ക് പെൻ ഡ്രൈവിന് സൈൻ ചെയ്താലോ കുട്ടികളെ? ഞാൻ കുട്ടികളല്ല, ഫുട്ബോൾ പ്ലേയേഴ്സോ ഞങ്ങളൊക്കെ. അതെ ഫുട്ബോൾ പ്ലേയേഴ്സോ. പെൻ ഡ്രൈവോ? അതേതാ കുരങ്ങൻ? ജൂബിലി ഗെയിമേ അത് കുരങ്ങനല്ല കേട്ടോ. അത് നിനക്കെതിരെ കളിച്ച കളിയിലൊക്കെ